നമുക്കിന്ന് ഏത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തി ആയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കാണാം. ആദ്യം തന്നെ നന്നായി പഴുത്ത 2 ഏത്തപ്പഴം ആവിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഏത്തപ്പഴത്തിൻ്റെ ഉള്ളിലെ കറുത്ത കുരുവെല്ലാം കളഞ്ഞ് നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതിനകത്തേക്ക് 2 സ്പൂണ് പഞ്ചസാരയും 1/2 സ്പൂണ് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇനി കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വേണമെന്നുള്ളവർക്ക് പഞ്ചസാര സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 2-3 സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല പോലെ തന്നെ ഒന്നും കൂടെ മിക്സ് ചെയ്യുക. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കും. അപ്പോൾ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ചിലർക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമില്ല. നെയ്യ് ചേർത്താൽ ഒന്നും കൂടി നമ്മുടെ സ്നാക്സിൻ്റെ ടേസ്റ്റ് കൂടും. അതിന് വേണ്ടിയാണ് നെയ്യ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഒരു 15 മിനിറ്റ് തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഇതാക്കിയെടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് വേവിക്കുമ്പോൾ തന്നെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടും. കാരണം ഏത്തപ്പഴമൊക്കെ നല്ല പോലെ വെന്തതായതുകൊണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയണേ.